നമസ്കാരം. നമ്മുടെ മുഖ്യന് പുതിയ പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇരട്ടച്ചങ്കനും മിന്നൽ പിണറായിയും കാരണഭൂതനും ഒക്കെ പോയി. ഇതൊന്നുമല്ല താൻ ദാസനാണെന്ന് പിണറായി വിജയൻ. അങ്ങനെ വിജയൻ ദാസനായിരിക്കുന്നു. സംഭവം ദേ ഇങ്ങനെയായിരുന്നു. മഹാരാജാവാണെന്ന തോന്നൽ മുഖ്യമന്ത്രിക്കുണ്ട് എന്നും, എന്നാൽ അതല്ല മുഖ്യമന്ത്രിയാണെന്ന് ഇടയ്ക്കൊന്ന് ഓർക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. താൻ മഹാരാജാവല്ല ജനങ്ങളുടെ ദാസനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വക ഒരു കിടിലൻ മറുപടിയും. നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ചയിലാണ് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയത്. വിജയ, നിങ്ങൾ ജനങ്ങളുടെ ദാസനാണെങ്കിൽ ആ 40 അകമ്പടി വാഹനങ്ങളുടെ യാത്ര നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ? ധൈര്യമുണ്ടോ സഖാവിന്? പൂവ നിർത്തിയത് തന്നെ. പോര് തീർന്നിട്ടില്ല കേട്ടോ. നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തനം എന്ന പ്രയോഗത്തെ മുഖ്യൻ വീണ്ടും ന്യായീകരിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഈ ആരോപണം. നിങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. നവകേരള സദസ്സിൽ യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന്. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. VD സതീശന്റെ വാക്കുകളായിരുന്നു ഇത്. പിന്നാലെ എത്തി മുഖ്യന്റെ മറുപടി. ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടിയാണ്, ജനങ്ങളുടെ ദാസനാണ് ഞാൻ. അയ്യോ, ചിരിക്കാതെ വയ്യ ഇതൊക്കെ കേൾക്കുമ്പോ. ഒരു കറുത്ത കൊടി മരണ വീട്ടിൽ പോലും വെപ്പിക്കാത്ത ജനദാസൻ. എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, ഈ വിജയന് ചെറിയ നാക്കുപിഴ സംഭവിച്ചതാണെന്ന് തോന്നുന്നു. പുള്ളി ഉദ്ദേശിച്ച ചിലപ്പോ ഇതാകും. ജനങ്ങൾ എന്റെ ദാസനാണ്, എനിക്ക് വേണ്ടി ഞാൻ ജനങ്ങളെ എന്തും ചെയ്യും. എന്തായാലും കൊള്ളാം കെ ദാസൻ. ഇതുകൂടി ആയപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഇത്രയധികം ഇരട്ടപ്പേരുള്ള ആളെന്ന ബഹുമതിയിൽ ഗിന്നസ് ബുക്കിൽ വരെ എത്താൻ ചാൻസ് നമ്മുടെ മുഖ്യന് കൂടുതലാണ്. എത്രമാത്രം ജനങ്ങൾ ഈ ദാസൻ എന്ന വിജയനെ വെറുക്കുന്നു എന്നുള്ളതാണ് ഈ ഇരട്ടപ്പേരുകൾ എന്ന് മാത്രം. ഇത്രമാത്രം അപഹാസ്യനായ ഒരു മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ എന്തായാലും വേറെ ഉണ്ടാകില്ല. ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു ഈ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇത്തരം ട്രോളുകൾ എന്ന് തിരിച്ചറിയാത്ത കെ ദാസനും കെ അടിമകളും. ഇരട്ടച്ചങ്കൻ എന്ന് വാഴ്ത്തിയവർ പോലും ഇന്ന് കാരണഭൂതത്തെ അങ്ങേയറ്റം വെറുക്കുന്നു. അണികൾ പോലും എന്നുള്ളതാണ് സത്യം. ദാസനാണ് അത്, പക്ഷേ ഭാര്യയുടെയും മക്കളുടെയും ദാസനാകും. അല്ലാതെ ഒരു അധികാരമോഹിക്ക് ജനങ്ങളുടെ ദാസനാകാനൊന്നും എന്തായാലും കഴിയില്ല. എത്രയൊക്കെ ജനങ്ങളെ ദ്രോഹിച്ചിട്ടും താൻ ജനങ്ങളുടെ ദാസനെന്ന് എങ്ങനെ സാധിക്കുന്നടാവേ? ആപ്പാരം തന്നെ. ഇങ്ങനെ പറയാൻ അല്പം ഉളുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 42 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി 1000 പോലീസുകാരുടെ സംരക്ഷണയിൽ പോകുന്ന ദാസനാണ് കേരള ദാസനായ നമ്മുടെ മുഖ്യമന്ത്രി ദാസൻ. ഈ എത്രയധികം വിളിപ്പേരുകൾ കിട്ടിയ ഭരണാധികാരി മാത്രമല്ല, ഇത്രയും തെറിവിളി കേട്ട ഒരു ഭരണാധികാരിയും ലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ല. എന്നാലും എന്റെ ദാസപ്പ, ഈ ധാർഷ്ട്യത്തിമിരം കൊണ്ട് ജനദാസന് ജനത്തെ കണ്ടുകൂടാന്ന് മാത്രം. 40 കാറ് വേണം എവിടെ ഇറങ്ങിയാലും. പിന്നെ കറുപ്പ്, അത് പിന്നെ തീരെ പറ്റില്ല. ഇതാണോ ഈ ജനകീയ കമ്മ്യൂണിസ്റ്റ് ദാസൻ? ഇപ്പോഴാണ് ശരിക്കും ഇരട്ടച്ചങ്കനായത്. ദാസനും വിജയനും ഇരട്ടച്ചങ്കൻ. ലാൽ സലാം സഖാവേ. അങ്ങനെ അങ്ങയുടെ മഹത്തായ സേവനം കേരളത്തിന് ഇനിയും ആവശ്യമുണ്ട് കേട്ടോ. ധീരതയോടെ നിങ്ങൾ നയിച്ചോളൂ. അടിമകൾ കേരളത്തിൽ, അടിമകൾക്ക് പഞ്ഞമൊന്നുമില്ലല്ലോ. കെ ദാസൻ കി ജയ്. എന്നാലും ഞാൻ ഒന്ന് പറയുക, നിങ്ങളുടെ ദാസപ്പണി മതിയായി എന്റെ വിജയ.